സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. ഏത് വിഷയമാണ്? നമ്മുടെ ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപിന് ജാമ്യം കിട്ടിയ വിഷയത്തെ പറ്റി അല്ലേ. അപ്പോൾ ദിലീപിന് ജാമ്യം കിട്ടിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള മെഴുകലുകളൊക്കെയാണ് മാധ്യമങ്ങളായിട്ടുള്ള നമ്മുടെ റിപ്പോർട്ടർ ചാനലും അതേപോലെ 24 ന്യൂസും പല ആളുകളും കിടന്ന് മെഴുകുന്നത്. അവരൊക്കെ പറയുന്നത് കോടതിക്ക് മുകളിൽ മാധ്യമങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാധ്യമങ്ങളാണ് സത്യം കണ്ടെത്തേണ്ടത്. കോടതിക്ക് പിഴവ് പറ്റി, കോടതി കൈക്കൂലി വാങ്ങിയിട്ട് ദിലീപിനെ രക്ഷിക്കുകയാണ് ഉണ്ടായത്, ദിലീപും ജഡ്ജിയും കൂടെയുള്ള ഒത്തുകളിയിൽ കൂടിയാണ് ദിലീപിന് ജാമ്യം കിട്ടിയതെന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കോടതിയിലിരിക്കുന്ന ജഡ്ജി വെറും വാഴയാണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. നിയമ സംവിധാന വ്യവസ്ഥ അല്ല നീതിന്യായ വ്യവസ്ഥയൊക്കെ പൊളിച്ചെഴുതേണ്ടതാണ്, അല്ലെങ്കിൽ അതൊക്കെ വെറുതെയാണ്, അത് വെറും പടമാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. കോടതിയെ ബഹുമാനിക്കാതെ കോടതിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, കോടതിക്ക് തെറ്റ് ചെയ്തിട്ടുള്ളവരാരാണെന്ന് മനസ്സിലായിട്ടുള്ള ആളുകൾക്കെതിരെ 8 പ്രതികൾ ഉണ്ടായിരുന്ന ഒരു കേസിൽ 6 പ്രതികൾക്കും കോടതി ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അത് ജീവപര്യന്തം തടവും പിഴയുമാണ്. അപ്പോൾ അതിൽ 7ഉം 8ഉം പ്രതികളായിട്ടുള്ള ദിലീപ് എന്ന് പറയുന്ന പ്രതികൾ എന്നുള്ള പേരിൽ ചേർക്കപ്പെട്ടുള്ള ദിലീപിനെയും പിന്നെ വേറൊരാളെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അതെന്തുകൊണ്ടാണ്? ഈ 6 പേർക്കാണ് ഡയറക്റ്റ്ലി ഈ പറയുന്ന കുറ്റകൃത്യവുമായിട്ട് ബന്ധമുള്ളത്. ദിലീപിന് അതിൽ ബന്ധമുണ്ടോ ഇല്ല എന്നുള്ളത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിക്കാത്തതും അതേപോലെ തന്നെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടുമാണ് ദിലീപിനെ വിട്ടയച്ചത്. അപ്പോൾ ആ ദിലീപിനെ വിട്ടയച്ചതിലാണ് ഇവർക്ക് പ്രശ്നം. അതിജീവിതയ്ക്ക് നീതി കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി ദിലീപിനെ കൊടുക്കുക എന്നുള്ളതാണ് താല്പര്യം. അത് തന്നെയാണ് നമ്മളിവിടെ മാധ്യമങ്ങളിൽ പല ആളുകളും അത് മെഴുകുന്നതിലൊക്കെ കാണുന്നത്. അതായത് ഒരു വാശിയാണ്, ദിലീപ് തന്നെ പ്രതിയാവണം. രാമലീലയിൽ ദിലീപ് പറയുന്നൊരു ഡയലോഗ് പോലെ പ്രതി ഞാനാകണമെന്നുള്ളൊരു വാശി ഉള്ളതുപോലെ, അല്ലെ പ്രതി ഞാനാകണമെന്നൊരു തീരുമാനമുള്ളതുപോലെയാണല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദിലീപിൻ്റെ ഈ ഒരു വിഷയത്തിലും കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് ദിലീപിനെ പ്രതിയാക്കണം, ദിലീപാണ് പ്രതി. ഇപ്പോൾ ദിലീപിന് ഈ പറയുന്ന ശിക്ഷ കിട്ടിയെങ്കിൽ മാത്രമേ അതിജീവിതയ്ക്ക് ഒരു നീതി കിട്ടുകയുള്ളൂ എന്നാണ് ഈ ഫെമിനാസിത്തരമുള്ള അല്ലെ ഫെമിനിസ്റ്റ് ചിന്തകളുള്ള കുറച്ച് ആളുകൾ വന്ന് മെഴുകുന്നത്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ ഡബ് ചെയ്യുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ അതിജീവിതയോടൊപ്പം നിൽക്കാൻ, അവൾക്കൊപ്പം എന്ന് പറയുമ്പോഴും അവൾക്കൊപ്പം നിൽക്കാനല്ല ശ്രമിക്കുന്നത്, അവൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയും ദിലീപിൻ്റെ ഭാവി അങ്ങ് ഇല്ലാതെയാക്കണം. നമുക്കറിയാം സിനിമയിൽ അല്ലെങ്കിൽ തിയേറ്ററുകളുടെയൊക്കെ ഒരു കാര്യം നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ദിലീപായിരുന്നു. ആ ദിലീപിന് എതിരെ ആക്ഷൻസ് വന്നപ്പോഴും കേസ് വന്നപ്പോഴും എല്ലാം സിനിമാ മേഖലയെ ദിലീപ് തന്നെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അതിനുശേഷം ദിലീപിനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷമാണ് ദിലീപിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത റോള് പോലും ഇല്ലാതെയായത്. നമുക്കറിയാം ദിലീപ് ഇറക്കിയ സിനിമകൾ പലതും അതൊരു നെഗറ്റീവ് ക്യാമ്പയിനിങ്ങിൽ കൂടി ദിലീപിൻ്റെ സിനിമകളൊക്കെ തകർത്ത് കളഞ്ഞു. നമുക്കറിയാം തങ്കമണി എന്ന് പറയുന്ന സിനിമയൊക്കെ അത്യാവശ്യം നല്ല പടങ്ങളാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്, അതായത് പൊട്ടിച്ച് കളയണം, ഇനി ദിലീപ് ഇറക്കുന്ന പടങ്ങൾ വിജയിക്കാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് ക്യാമ്പയിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങി. അങ്ങനെ ദിലീപ് എവിടെ പോയാലും അവിടെയെല്ലാം ദിലീപിനെ കരിവാരിത്തേക്കാനും ദിലീപിനെ പെടുത്താൻ വേണ്ടിയിട്ടും പല ആളുകളും കളിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടും കോടതിയിലേക്ക് കേസ് പോയി. നമുക്കറിയാം ഈ വിഷയങ്ങളിൽ മുൻപ് ആസിഫ് അലി പ്രതികരിച്ചൊരു വിഷയമുണ്ടായിരുന്നു. ആസിഫ് അലി അന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്, അതായത് അവൾക്കൊപ്പമാണ് ഞാൻ, അത് ആര് ചെയ്താലും, എത്ര വലിയ മുന്തിയ നടൻ ചെയ്താലും ഞാൻ അവർക്കൊപ്പം നിൽക്കില്ല. അതിജീവിത ആരാണോ ഞാൻ അവൾക്കൊപ്പം തന്നെ നിൽക്കും. അവൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ആസിഫ് അലി സംസാരിച്ചത്. എന്നാൽ ഇന്നലെ കോടതി വിധി വന്നതിന് ശേഷം നമുക്കറിയാം ആസിഫ് അലി അങ്ങനെ നിലപാട് മാറ്റുന്ന മനുഷ്യനൊന്നുമല്ല. അപ്പോൾ കോടതി വിധി വന്നതിന് പിന്നാലെ ആസിഫ് അലി പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എന്തായാലും ആ ഒരു വാർത്ത ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം ദിലീപിൻ്റെ വക്കീൽ പറയുന്ന ഒരു കാര്യം കൂടി പ്ലേ ചെയ്യാം. ഇതെല്ലാം വസ്തുതാപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ലോജിക്കോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ എന്തായാലും അതൊന്ന് പ്ലേ ചെയ്യാം. കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു. അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് സമയത്തും അതിജീവിതയോടൊപ്പം തന്നെയാണ്, തീർച്ചയായും പിന്തുണയുണ്ട്. ഇപ്പം ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. അപ്പോൾ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്, ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല. എൻ്റെ സഹപ്രവർത്തകയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല, എങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്നയായി പോകും. കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കമന്റ് പറയുന്നത് ശരിയല്ല. അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ വഴി അറിയാം. കണ്ടില്ലേ, ആസിഫ് അലി പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കോടതിയിലിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ ഞാൻ ആളല്ല.
അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി നിന്നേ പോകും. അത് പ്രതി ശിക്ഷിക്കപ്പെടണമെന്ന് കോടതിക്ക് മനസ്സിലായ പ്രതികളെ തന്നെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. പ്രതികളെ ശിക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ ഇരയ്ക്ക് നീതി കിട്ടുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ ഇരയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും ഇരയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത്? ദിലീപിനെ കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഈ പറയുന്ന ഇരയുടെ നീതിയെങ്കിൽ, അല്ലെങ്കിൽ അതാണ് ഇരയ്ക്ക് കിട്ടേണ്ട നീതിയെങ്കിൽ, അത് നിങ്ങൾ ഏത് രീതിയിൽ പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് എന്തായാലും കിട്ടാനും പോകുന്നില്ല. കാരണം കോടതിക്ക് മനസ്സിലായി, കോടതിയുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ മനസാക്ഷിയുടെ കോടതിയിലെല്ലാം മനസ്സിലായി ദിലീപിൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ്, അല്ലെങ്കിൽ ദിലീപ് ഇതിൽ എങ്ങനെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നുള്ളത്. ദിലീപ് തന്നെ ഇറങ്ങി വരുമ്പോൾ പറയുന്നുണ്ട് തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതായത് മുൻ പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ആളുകളും അവരുടെ കുറച്ച് മാധ്യമങ്ങളും അവർ പൈസ കൊടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ആളുകളും കളിച്ചതിൻ്റെ ഫലമായിട്ടാണ് തനിക്കെതിരെ ഇത്രയും വലിയ ഗൂഢാലോചനപരമായിട്ടുള്ള അല്ലെ വലിയ ക്രമക്കേടുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചത്. അത് വലിയ രീതിയിലുള്ള കളികളാണ്, അതിനെതിരെ ഞാൻ എന്തായാലും ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിലാണ് ദിലീപ് പറയുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ നാട്ടിലെ കോടതിയും പോലീസും നീതിന്യായ വ്യവസ്ഥയും എല്ലാം നമ്മുടെ മാധ്യമങ്ങളായിരുന്നു. അതായത് റിപ്പോർട്ട് ചാനൽ മൊട്ട അരുൺ അല്ലെങ്കിൽ ഈ സദാചാര കാര്യങ്ങളിലൊക്കെ വലിയ ഒരു എന്താ പറയുക കൈകടത്തൽ കൂടുതലാണ്. സ്വന്തം പേരിലൊരു പോക്സോ കേസ് കിടന്നിരിക്കെ ദിലീപിനെ കൊടുക്കാനായിട്ട് ഇവൻ കാണിക്കുന്ന ഒരു ആർജവം, എന്ത് ലോജിക്കും എന്ത് വാല്യൂ ആണല്ലേ ഉള്ളത് ഇവനൊക്കെ. അപ്പോൾ ഇവൻ്റെ ഈ വലിയ മെഴുകലുകളൊക്കെ എങ്ങും എത്തുന്നില്ല. ഭയങ്കര വിഷമമാണ്. ദിലീപിനെ എന്തുകൊണ്ട് വിട്ടയച്ചു? ഇപ്പോഴും ചർച്ചയാണ്, ചർച്ചകൾക്ക് എല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് എന്തുകൊണ്ട് ദിലീപിനെ വിട്ടയച്ചു, ജഡ്ജിക്ക് എവിടെയാണ് പിഴച്ചത്, ജഡ്ജി കണ്ടില്ലേ, ജഡ്ജിക്ക് എന്താ തെളിവുകളില്ലേ, ജഡ്ജി വ്യാജനാണ്, അല്ലെങ്കിൽ ജഡ്ജി കാണിച്ചത് കൈക്കൂലി മേടിച്ചിട്ടുള്ള ഉടായിപ്പാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് വെറും പുല്ല് വില കൊടുക്കുന്ന ഒരു ടീംസ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വിഷയം ഉണ്ടായിരുന്നിരിക്കെ, അല്ലെങ്കിൽ ഉണ്ടായതിനു ശേഷം വലതുപക്ഷം ഇടതുപക്ഷം BJP എല്ലാം ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്, ഞങ്ങൾ അവൾക്കൊപ്പമാണ്, മറ്റുള്ള ആരാണ് തെറ്റിയത് അവരെ ഞങ്ങൾ ശിക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നിൽ നിന്നാണ്. എന്നിട്ട് എന്തേ അവസാന നിമിഷമായപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയത്? കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ മുഴുവനും ദിലീപ് വിലക്കെടുത്തെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അത്രമാത്രം പണമുള്ളവനാണ് ദിലീപ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 9 വർഷത്തോളം കുറവ് സിനിമകൾ അധികം വിജയമില്ല. അങ്ങനെ ഉള്ളപ്പോൾ തന്നെയും അയാൾ ഏറ്റവും വലിയ കോമ സ്റ്റേജിൽ കൂടി കടന്നു പോവുകയും അയാളുടെ ലൈഫ് തന്നെ വല്ലാതെ ദുസ്സഹമാവുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയത്. അങ്ങനെ ഒരു മനുഷ്യന് എങ്ങനെ ഇങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കും? അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം രക്ഷപ്പെട്ടത്? ഈ സംഭവം നടന്ന ആദ്യത്തെ ഒരു വർഷത്തിനകത്ത് തന്നെ ദിലീപിനെ പിടിച്ച് ജയിലിലിടുന്നു. ദിലീപ് നിരപരാധി അല്ല എന്നുണ്ടെങ്കിൽ, ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട്, കള്ളനാണെന്നുണ്ടെങ്കിൽ, ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദിലീപിനെതിരെ വലിയ കുറ്റങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ കിട്ടേണ്ടതാണ്. എന്നാൽ 9 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് മാധ്യമങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. എങ്ങനെയും ദിലീപിനെ പ്രതിയാക്കണം. ദിലീപ് പ്രതിയായെങ്കിലേ ഞങ്ങൾക്ക് ഇരകൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകൾക്ക് നീതി കിട്ടൂ എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണെന്നുള്ളത്. ഇതൊരു നടിക്ക് സംഭവിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അത്രയും പിടിപാടുള്ളത് കൊണ്ടോ ആയിരിക്കും അവർക്കൊപ്പം ഇവർ നിൽക്കുന്നത്. എന്നാൽ ഒരു സാധാരണ പെൺകുട്ടിക്ക് നടന്നിട്ടുള്ള എത്രയോ കേസുകളിൽ അത് ചെയ്തിട്ടുള്ള ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എത്രയോ കുറ്റവാളികളെ വെറുതെ വിട്ടിരിക്കുന്നു. അന്നൊന്നും ഈ മാധ്യമധർമ്മം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എങ്ങും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഇവിടുത്തെ മാധ്യമധർമ്മം, മാധ്യമങ്ങൾ. അപ്പോൾ നമുക്ക് ദിലീപിൻ്റെ വക്കീലിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. പ്രതിയെ മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് വെച്ചത്. അങ്ങനെയാണല്ലോ മാധ്യമ വിചാരണ 7 കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത്. മാധ്യമ വിചാരണ, അതായത് ഒരു 8ാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല, ഒരു സിംഗിൾ ഇൻസിഡന്റ് ഇല്ല. ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ടേ? ജഡ്ജി വിശ്വസിക്കണ്ട പോട്ടെ, ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ട, ഒരു സാധാരണ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? അത്തരം എവിഡൻസ് ഇല്ലാത്ത ഒരു കേസാണിത്. ദിലീപ് ദിലീപിന്റെ വക്കീല് പറയുന്നത് മാധ്യമ വിചാരണയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അല്ലെ മാധ്യമ വിചാരണ കാരണം ദിലീപിനെ ഇത്രയും നാള് പെടുത്താനായിട്ടാണ് പലരും ശ്രമിച്ചത്. ദിലീപിനെ കൊടുക്കണം, ദിലീപിനെ തകർത്ത് കളയണം, അയാളുടെ രാഷ്ട്രീയം, അയാളുടെ ജീവിതം, അയാളുടെ റിയൽ ലൈഫ് എല്ലാം ഇല്ലായ്മ ചെയ്യണം, അയാളുടെ സിനിമയിൽ ഇനി വേണ്ട എന്നുള്ള രീതിയിലുള്ള കളികളാണ് ഇവിടെ കളിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നടന്നതെന്നാണ് വക്കീൽ പറയുന്നത്. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഈ നാട്ടിലെ കോടതികൾ അല്ലെങ്കിൽ കോടതിയിലിരിക്കുന്ന വക്കീലുമാർ അവരുടെ ജോലി ഏതെങ്കിലും മാധ്യമങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഈ റിപ്പോർട്ട് ചാനൽ പോലെയുള്ള ഏതെങ്കിലും മാധ്യമങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊന്നും അറിയണം. കാരണം ഇവന്മാരാണ് തുടക്കം മുതൽ പൾസർ സുനിയെ പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ എടുക്കുന്നു. അത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഇൻ്റർവ്യൂ ആണ്. അത് ആരും ഇതുവരെ പുറത്തു വിടില്ല. പൾസർ സുനി പോലും അറിയാതെ മൊബൈൽ അല്ലെങ്കിൽ ക്യാമറ പോക്കറ്റിൽ വെച്ചുകൊണ്ട് എടുക്കുന്നു. എന്തൊക്കെ സംഭവവികാസങ്ങളൊക്കെയാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ എന്താണ് കളികൾ നടന്നതെന്നുള്ളത്, ഇവന്മാർക്ക് TRP വാല്യൂ കൂട്ടാനാണെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യായിരുന്നു. ഇത് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാവുമെന്ന് പറയുന്നത് പോലെ ദിലീപിനെയും അതേപോലെ അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെയും അവഹേളിച്ചുകൊണ്ട്, അല്ലെ അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് മാധ്യമങ്ങൾ കളിക്കുന്നൊരു കളി
വൃത്തികെട്ട കളികൾ. അപ്പോൾ ഇതിൽ റിപ്പോർട്ടർ ചാനലിൽ ഇരിക്കപ്പുറത്തില്ല, അവർ വീണ്ടും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയമ നടപടികൾ തുടരും, തീർന്നില്ല, ദിലീപിനെ ഇനിയും കാത്തിരിക്കുന്നത് കോടതി വഴികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലുകളൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് ഒരുപാട് കമൻറ്റുകളുണ്ട്. അതിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ദിലീപിനെ കൊടുക്കണം, അതായത് ഈ ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് നീതി കിട്ടുക എന്നതിനേക്കാൾ ഉപരി ദിലീപിനെ കൊടുക്കുക, അതാണ് ഇവരുടെയൊക്കെ താല്പര്യം. അതിനുവേണ്ടി തന്നെയാണ് ഇവർ പണിയെടുക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ കമൻറ്റുകളിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് വാശി. അതായത് വേറൊരു പോസ്റ്റ് ഇവരിട്ടിരിക്കുന്നത്, റിപ്പോർട്ട് ചാനൽ ഇട്ടിരിക്കുന്ന, വിധി പറയാൻ പ്രശ്നമുണ്ടെങ്കിൽ ജഡ്ജി രാജിവെച്ച് പുറത്തു പോകണം, ഭൂമിയിൽ ഇതുപോലെ ഒരു വിധി ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അഡ്വക്കേറ്റ് സജിത. എന്തുകൊണ്ടാണ് സജിത മേഡം നിങ്ങൾ മറ്റുള്ള വിഷയങ്ങളിൽ, ദിലീപിൻ്റെ വിഷയങ്ങളിൽ കാണിക്കുന്ന ഈ ഒരു ത്വരയും വ്യഗ്രതയും ഒന്നും മറ്റുള്ള വിഷയങ്ങളിൽ കാണിക്കാത്തത് ഞാൻ എടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? എത്രയെത്ര സംഭവ വികാസങ്ങൾ നമ്മുടെ കേരളത്തിൽ എത്രയെത്ര പെൺകുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും നിങ്ങളുടെ ഒന്നും വാ തുറന്നിട്ടില്ല, അന്നൊന്നും നിങ്ങൾ അഭിഭാഷകയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പണവും അല്ലെങ്കിൽ അവരുടെ ഒരു പദവിയും കണ്ടിട്ട് അവരെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു പരിപാടിയാണ് നമ്മൾ കാണുന്നത്. കുറ്റാരോപിതനായതൊരു ആൺകുട്ടിയാണ് അല്ലെ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രൈവസിയും അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുറത്തുവിടും. അതേസമയം കുറ്റാരോപിതരായിട്ടുള്ളത് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഇതിനുള്ള മറുപടി നിങ്ങളൊന്ന് പറയണം. കാരണം ഇങ്ങനെ ഇരട്ടത്താപ്പുകളാണ് ഇവിടെ നടക്കുന്നത്. സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരവും അവരുടെ പ്രൈവസിയും ഒന്നും പുറത്തുവിടാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പുരുഷനും അങ്ങനെ ഒരു പ്രൈവസി ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? പുരുഷന് പ്രൈവസി ഇല്ലേ? പുരുഷന് പുറത്തിറങ്ങി നടക്കണ്ടേ? സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് പുറത്തിറങ്ങി നടക്കുന്നത്. അവർക്ക് വ്യക്തി ജീവിതമില്ലേ? അവർക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ? അവർക്ക് ജോലി ചെയ്യണ്ടേ? ഇതൊക്കെ നിങ്ങൾ അടിച്ചമർത്തി നിങ്ങളുടെ തീവ്ര ഫെമിനാസിത്തരം അല്ലെങ്കിൽ നിങ്ങളുടെ തീവ്ര ഫെമിനിച്ചത്തരം തലയിൽ കയറ്റി വെച്ചുകൊണ്ട് ആണുങ്ങളെ അങ്ങ് തകർത്ത് കളയാൻ, തിന്നു കളയാമെന്ന് വിചാരിക്കുന്ന ആ ഒരു ചിന്തകൾക്കെതിരെയുള്ള ഒരു അടിയാണ്. അല്ലാതെ അതിജീവിതയ്ക്ക് നീതി കിട്ടാത്തതിൻ്റെ വിഷമമൊന്നുമല്ല നിങ്ങൾക്ക്. ആ ദിലീപിനെ നിങ്ങൾക്ക് എങ്ങനെയും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ദിലീപ് കുടുങ്ങിയാലല്ലേ മറ്റുള്ള നടന്മാർക്ക് കയറി വരാൻ സാധിക്കുള്ളൂ. ദിലീപ് എല്ലാ റോളും ഒരേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യമെന്താ? ചിലർക്ക് ചിലപ്പം വില്ലനായിട്ട് മാത്രമേ അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ, ചിലർക്ക് നായകനായിട്ട് മാത്രമേ അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ, ചിലർക്ക് റൊമാൻറ്റിക് ഹീറോ ആയിട്ട് മാത്രമേ അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ, ചിലർക്ക് മസിൽമാനായിട്ട് മാത്രമേ അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദിലീപിൻ്റെ കൈകളിലേക്ക് ആ ഒരു റോൾ വന്നു കഴിഞ്ഞാലോ ഏത് റോളും എല്ലാം ഒരു കുടക്കീഴിലെന്ന് പറയുന്നത് പോലെ, ലുലുമാളിൽ കയറുന്നത് പോലെ, എല്ലാം ഒരു സൈഡിൽ കിട്ടുമെന്ന് പറയുന്നത് പോലെ എല്ലാം ദിലീപിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്. അപ്പോൾ ആ ഒരു പേടി കൊണ്ടൊക്കെ തന്നെ പല ആളുകളും ദിലീപിനെതിരെ കളിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ആസിഫ് അലി പറഞ്ഞതുപോലെയുള്ള ആ ഒരു പ്രസ്താവനകൾ തന്നെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, അല്ലെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇത് ദിലീപിനെതിരെ നടക്കുന്ന വലിയ ഗൂഢാലോചന. ആ ഗൂഢാലോചനയിൽ ഈ റിപ്പോർട്ടർ ചാനലും അതിലുള്ള മൊട്ട അരുണും അവന്മാരുടെ ടീമും എല്ലാം സഖ്യം ചേർന്നുകൊണ്ട് കളിക്കുന്നു എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഒരാളൊരുത്തനെ കൊടുക്കാൻ ശ്രമിച്ചു, കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായി, കോടതി വെറുതെ വിട്ടു. ഇനി അത് ശിക്ഷിക്കപ്പെടേണ്ടതാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടേനെ. പക്ഷേ അതിൽ കാര്യമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല അയാളെ വെറുതെ വിട്ടത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ വന്ന് മെഴുകുന്ന മാധ്യമങ്ങളെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമാണ്. വെറുതെ ഇങ്ങനെ പരിഹാസ്യരായിക്കൊണ്ട് ഇങ്ങനെ അപഹാസ്യരായിക്കൊണ്ടിരിക്കരുത്. വേറെ നല്ല പണികളൊക്കെ ചെയ്ത് ഈ നാട്ടിൽ നീതി കിട്ടാത്ത എത്ര വീരകൾ വേറെയുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കൂ. അല്ലാതെ ഈ ഒരു കഴമ്പില്ലാത്തൊരു കേസും പൊക്കി പിടിച്ചുകൊണ്ട് ആ ആണൊരുത്തനെ ക്രൂശിക്കാനായിട്ട് നടക്കാതെ വേറെ വല്ല നല്ല പണിക്ക് പോയി ജീവിക്കണം മക്കളെ. ഓക്കെ ബൈ.